ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ Dr.T.L.Xavier. ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ എങ്ങനെയാ തയ്യാറാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചെമ്പരത്തിപ്പൂവിന്റെ വീഡിയോയിൽ. ചെമ്പരത്തിപ്പൂവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഉണ്ടാവും അതിന്റെ ലിങ്ക്. എല്ലാവരും കയറി കാണുക, കമന്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ചെമ്പരത്തിപ്പൂ ചേർത്തിട്ട് ഉള്ള പരിപാടികളൊക്കെ ഇന്നലെ പറഞ്ഞു. വെയിറ്റ് കുറയ്ക്കാനോ അതിന്റെ ഗുണങ്ങളൊക്കെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട് എല്ലാം. ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാം അതാണ് പറഞ്ഞത്. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ചൊറി, ചെരങ്ങ്, കരപ്പൻ, താരൻ, മുടി കൊഴിച്ചിൽ, തലയിലുണ്ടാകുന്ന പൊറ്റ, മുടി വളർച്ചയില്ലായ്മ, മുടി ഇങ്ങനെ പൊട്ടിപ്പോവുക, മുടി ചെമ്പിക്കുക, ഇതിനൊക്കെ നല്ലതാണ് ഈ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. എന്നാൽ നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യും. നമുക്കിത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് 10 കൂട്ടം സംഗതികൾ വേണം. 10 കൂട്ടം. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചാം, നല്ലെണ്ണയിലും ചേർത്ത് കാച്ചാം. പക്ഷെ പൊതുവെ കുട്ടികൾക്കും നമുക്ക് ശിരോരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ നല്ലത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചുന്നതായിരിക്കും. അതാണ് കൂടുതൽ പ്രചാരത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പൊ നമുക്കിത് കുട്ടികളെ സംബന്ധിച്ച് നമുക്കൊരു 28 കഴിഞ്ഞാൽ ഇത് തേച്ച് കുളിപ്പിക്കാം. മനസ്സിലായോ? അതായത് സ്കിന്നിൽ ഇങ്ങനെ ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പൊറ്റ വരിക, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുക, ചെറിയ ചൂടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചൂട് കുരു ഉണ്ടാവില്ലേ കുട്ടികളുടെ കാലുമ്പിലും കയ്യിലും പുറത്തൊക്കെ നെഞ്ചത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ചൂടുകുരു കുറയുന്നതിന് നല്ലതാണ്. താരൻ കൂടുതലുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി കുട്ടികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, വലിയവർക്കും ഇത് നല്ലത് തന്നെയാണ്. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാൻ, ശ്രദ്ധിച്ച് കേൾക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ തയ്യാറാക്കൽ എങ്ങനെയാണെന്നാണല്ലോ നിങ്ങളുടെ സംശയം. ചിലർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാതെ വെച്ച്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 10 കൂട്ടം സംഗതികൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. അതായത് ചെമ്പരത്തിയില ആണ് പ്രധാന ഘടകം. അതറിയാലോ. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയിൽ പിന്നെ ചെമ്പരത്തിയുടെ ഇലയിലായിട്ട് പറ്റില്ല, ചെമ്പരത്തിയുടെ ഇല. പിന്നെ നമുക്ക് തെച്ചിപ്പൂ വേണം, തെച്ചിപ്പൂവ്. അത് കഴിഞ്ഞാൽ വേണ്ടത് കൂവളത്തിന്റെ ഇല, കീഴാർ നെല്ലി, കൃഷ്ണ തുളസിയുടെ ഇല. കൃഷ്ണ തുളസിയും കീഴാർ നെല്ലിയും കൂവളത്തിന്റെ ഇലയും തെച്ചിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും, ഇത്രയും സാധനം വേണം. ഇനി ഇത് കൂടാണ്ട് പിന്നെയുണ്ടേ നീലമരി, നീലമരിയുടെ ഇല വേണം. അതായത് മുടിയൊക്കെ ഇടതൂർന്ന് വളരാനും കറുത്ത നിറം ഉണ്ടാവാനൊക്കെ ബെസ്റ്റ് സാധനമാണ് നീലമരിയുടെ ഇല. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്നറിയോ? മുക്കുറ്റി. അതും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന സംഗതിയാണ് മുക്കുറ്റി. ഈ ഓണക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? അതാണ് അടുത്ത സംഗതി. പിന്നെ ഒന്നുണ്ട്, വെറ്റില. വെറ്റില അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തീക്ഷണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ ശരീരത്തിലേക്ക് പിടിക്കണ്ടേ, തലയോട്ടിലേക്ക് പിടിക്കണ്ടേ. അതുപോലെ താരനൊക്കെ പോകാനായിട്ട് ഈ വെറ്റില നീരുണ്ടായാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് 8 കൂട്ടം ഇലകൾ സ്വരസായിട്ട് എടുക്കണ്ടേ. ഒന്നുകൂടി പറയണോ? അതായത് തെച്ചിപ്പൂ വേണം, ചെമ്പരത്തിയില വേണം, കീഴാർനെല്ലി, കൂവളത്തില, പിന്നെന്താ വേണ്ടേ? കൂവളത്തിലും കീഴാർനെല്ലി ഉണ്ടെങ്കിൽ കൃഷ്ണ തുളസിയും കൂടി വേണം. പിന്നെ മുക്കുറ്റി, നീലമരി, വെറ്റില. അപ്പൊ 8 കൂട്ടായി. ഇനി നമുക്ക് ഇതിൽ കൽക്കനായിട്ട് അരയ്ക്കാനായിട്ട് വേണ്ടത് എന്താണെന്നറിയോ? കരിഞ്ജീരകവും നല്ല ജീരകവും. കരിഞ്ജീരകവും നല്ല ജീരകം. അപ്പോൾ 10 കൂട്ടായി. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഇലകളൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് നീര് എടുക്കാം, സ്വരസായിട്ട് എടുക്കാം. ഇനി അതല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് അരച്ച് ചേർത്തെടുക്കാം. പല രീതിയിലും ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വരസായിട്ട് എടുക്കുകയാണ് ഇഷ്ടംപോലെ സംഗതികൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വിശേഷം. പിന്നെ ഇതിന് സമയമായിട്ട് വെളിച്ചെണ്ണ എടുക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചേർത്ത് ഈ കൽക്കനും അരച്ച് ചേർത്ത് അങ്ങോട്ട് കാച്ചിയിരിക്കുക തന്നെ. ഒരു 2-3 ദിവസം കൊണ്ട് ചെറുതീ അരിച്ചങ്ങനെ കാച്ചി നല്ല മണൽപ്പാകാവുമ്പോൾ ഇത് അരിച്ചങ്ങോട്ട് എടുക്കും. എന്നിട്ട് അത് നല്ല ഗ്ലാസ് ചില്ല് കുപ്പിയിലാക്കിയോണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മണമൊക്കെ ഉണ്ടല്ലോ, ഇത് തേച്ചങ്ങോട്ട് കുളിച്ചു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. തലയ്ക്കൊക്കെ നല്ല കുളിർമ, മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ്. ഇങ്ങനെ ഷാമ്പൂ ഇട്ടൊരു എഫക്റ്റാണ്. നല്ല കറുത്ത് ഇടതൂർന്ന് വളരും മുടി. തലയിൽ പൊറ്റ ഉണ്ടാവുക, തലയിലുണ്ടാകുന്ന താരൻ, തലയിൽ ചൊറിച്ചില്, കുരുക്കള്. ഇനി തലയിൽ മാത്രമല്ല, ശിരസിൽ മാത്രമല്ല, ദേഹത്തൊട്ടാകെ ഉണ്ടാകുന്ന പലതരം സ്കിൻ ഡിസീസ്, ഈ എക്സിമ, അതുപോലെ പല നിങ്ങൾ ഈ ഡെർമറ്റൈറ്റീസ് എന്നൊക്കെ വിളിച്ച് കുറേ ഓയിൻമെന്റ് ഒക്കെ പറ്റിക്കൊണ്ട് നടക്കണില്ലേ, ഇത്തരം സംഗതികളിലൊക്കെ അത് ത്വക്ക് രോഗങ്ങളുടെ ഗൗരവം അനുസരിച്ച് രക്തദൂഷ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ രക്തശുദ്ധി വരുന്നതിനായിട്ട് ഉള്ളിലേക്ക് കഷായങ്ങൾ കഴിക്കേണ്ടി വരും കേട്ടോ. പക്ഷെ ഇത് പുറമെ പരട്ടി കഴിഞ്ഞാൽ ചെറുങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും മാറിപ്പോകും. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ രോഗാവസ്ഥയ്ക്കും നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചൊക്കെ മറ്റു തൈലങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഉള്ളിലേക്കുള്ള കഷായങ്ങൾ, നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണങ്ങൾ എന്തൊക്കെ രോഗാവസ്ഥ, എന്തെന്ത്
കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രോഗം പിടിപെട്ടതെന്ന് വെച്ചാൽ അതിനുള്ള കാരണങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയുള്ള ആയുർവേദ ചികിത്സ. അപ്പൊ അതൊക്കെ വിശദമായിട്ട് നിർദ്ദേശിച്ചു തരാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരും, ഇത് ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു തരും, ഏതേത് അവസ്ഥയിൽ പാടില്ല എന്ന് പറയും, എന്തെന്ത് മരുന്നുകളാണ് എന്തെന്ത് ഭക്ഷണങ്ങളാണ് കൂടെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ കാലാവസ്ഥയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഹീറ്റ് റാഷസ് ഉണ്ടാവില്ലേ, അതുപോലെ കുട്ടികൾക്ക് ഈ ഡയപ്പറൊക്കെ കെട്ടിയിട്ട് അവിടെ റാഷസ് വരും. പിന്നെ പലതരം പ്രശ്നങ്ങളാണ്. ഇനി ഇതൊന്നും ഇല്ല വെച്ചാലും നമുക്ക് കുട്ടികളുടെ കേശ സംരക്ഷണത്തിന്, ചർമ്മ സംരക്ഷണത്തിന് ഒക്കെ ആയിട്ട് തലയിലും മേലും ഇത് തേച്ച് കുളിപ്പിക്കാം. അപ്പൊ ഇത് തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ഷാമ്പും സോപ്പും കിട്ടി ഇളക്കി കളഞ്ഞാൽ പിന്നെ എന്താ കാര്യം, നമ്മളിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് താളിപ്പൊടിയാണ് നല്ലത്. നമുക്ക് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല ചെറുപയർ പൊടി, നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇനി അതല്ല നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ കടലമാവ് ഇച്ചിരി വെള്ളത്തിൽ കുഴച്ചൊന്ന് കുഴമ്പ് പോലെയാക്കിയിട്ട് അതുകൊണ്ട് അങ്ങോട്ട് ഉരച്ച് കഴിക്കാൻ നല്ല വെടുപ്പായി. സ്കിന്നിനൊക്കെ നല്ല ഷൈനിങ് ആവും, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ തലയിൽ എന്നൊക്കെ ഒരു സ്മെല്ല് വരും നല്ല മുടിയുള്ളവർക്ക്. പിന്നെ നല്ല കറുത്ത മുടിയാവും, ഇങ്ങനെ ഷാമ്പൂ ഇട്ടൊരു എഫക്റ്റ് ആണ്. അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ എണ്ണ തേച്ച് ഈ ഷാമ്പൂവും സോപ്പും ഒക്കെ തേച്ച് കളയാനായിട്ട് മുതിരരുത്. ഓക്കെ, അപ്പൊ ഈ താളിപ്പൊടികൾ ഉപയോഗിക്കാം. ഇനി ചെമ്പരത്തിയുടെ ഇല തന്നെ അരച്ച് ചെമ്പരത്തി താളിയില്ലേ, അതും ഇതിന് പ്രയോഗിക്കാവുന്ന നല്ലൊരു താളിയാണ്. പിന്നെ ഇഞ്ച ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട്, പിന്നെ ചീവിക്കപ്പൊടി ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അത്തരം നാടൻ പ്രയോഗങ്ങളൊക്കെ മതി. നിങ്ങൾ ഇതൊക്കെ തേച്ചിട്ട് പിന്നെ ഷാമ്പൂവും സോപ്പും ഒക്കെ ഇട്ട് കഴുകാനാണെങ്കിൽ ഈ വൈറ്റമിനുള്ള ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ തേച്ച് കഴുകട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ ചിലർ. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പറയണേ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പലതരം ഹെയർ ക്രീമുകളും അതും ഇതൊക്കെ കിട്ടില്ലേ. ഇതാകുമ്പോൾ ഒരു ബി നാച്ചുറൽ, നമ്മുടെ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന ഇത്തരം സംഗതികൾ ഉള്ളപ്പം സാധിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യവും അറിവും ഉള്ളപ്പോൾ അതിന്റെ ഗുണം കൂടുതലായിട്ട് അനുഭവിക്കണമെങ്കിൽ അതിന് ഇത്തരം താളിപ്പൊടികളും ഒക്കെ വേണം. ഇനി നമ്മൾ ഈ എണ്ണ എപ്പോഴാണ് വെക്കേണ്ടതെന്ന് പറയാം. നമുക്ക് രാവിലെ തേച്ച് കുളിക്കാവുന്നതാണ്. രാവിലെ നേരത്തെ വെയിലാവുന്നതിന് ചൂടാകുന്നതിന് മുമ്പ് തലയൊട്ടിയിൽ തേച്ച് കുളിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞിട്ട് തല വേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ നീരിറക്കത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം വെയിലാറിയിട്ട് ഒരു 5 മണിക്ക് ശേഷം ഒരു ടീസ്പൂൺ എണ്ണെങ്കിലും വേണ്ടി വരും. വെളിച്ചെണ്ണ കാച്ചിയത് അതൊരു ടീസ്പൂൺ എണ്ണ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അങ്ങോട്ട് തണുക്കുക, നന്നായിട്ട് തണുത്തോട്ടെ. ഇത് ശരിക്കും ഇത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രപാകം ചെയ്യാന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവ എടുത്തിട്ട് ആദ്യം ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കി ചൂടാറിയതിന് ശേഷം നിറയിൽ ഒഴിച്ച് തലയൊട്ടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഇരിക്കാം. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വീഴ്ത്തി കുളിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം അതും നമുക്ക് കടക്കയും മുത്തങ്ങയൊക്കെ ഇട്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ വിശേഷമായി. അങ്ങനെ ചെയ്യാറുണ്ട്. ഓരോരോ രോഗാവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാം. ഓക്കെ, എന്നാലും പച്ചവെള്ളം വേണ്ട, നല്ല ചൂടുള്ള വെള്ളം വേണ്ട. തണുപ്പ് വിട്ട ഭാഗത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം വീഴ്ത്തിയാണ്ട് കുളിക്കുക. അത് കഴിഞ്ഞ് ഇച്ചിരി രാസനാദിപൊടിയും തിരുമ്മിക്കും. പിന്നെ വേറെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ കാച്ചി തയ്യാറാക്കുകയൊക്കെ ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് കാച്ചുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിന്റെ ഈ പാകം നോക്കല് മൃദുഭാഗം, ഖരഭാഗം, അങ്ങനെ ചിക്കണ ഭാഗം, അങ്ങനെ 2-3 പാകങ്ങളുണ്ട്. ഈ പാകം കൃത്യമായിട്ട് നോക്കാറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയും. ഇത് തേച്ചങ്ങോട്ട് കുളിക്കുമ്പോൾ ഈ ഇച്ചിരി തണുപ്പുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആച്ചിയും തുമ്മലും ജലദോഷവും കോൾഡൊക്കെ ഉണ്ടാവും. അപ്പൊ അതങ്ങോട്ട് പറ്റിയ ഉടനെ നിങ്ങൾ എന്തായി പിന്നെ ഇത് പരിചയമില്ലാത്തവരെന്ന് വെച്ചാൽ ഇത് വന്നു നേരെ ജലദോഷം വന്നു, ആസ്മ വന്നു, നേരെ ICUവിൽ കയറി അഡ്മിറ്റ് ആയി ഡ്രിപ്പ് ഇട്ട് കിടക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തമാശ പറയല്ല, അങ്ങനെയൊക്കെ കിടന്നവരുണ്ട്, നിങ്ങൾ ചിലരുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ പാകം തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില നീരിളക്കത്തിനും ഈ ആസ്മയും കഫക്കെട്ടും സൈനസൈറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ തയ്യാറാക്കിയിട്ട് നല്ല ബോട്ടിൽ, വലിയ വിലയൊന്നും ഇല്ല. എല്ലാ കമ്പനികളും ഇത് സുലഭമായിട്ട് ലഭിക്കുന്ന മരുന്നുകളല്ലേ. അപ്പൊ ഇതിലങ്ങനെ വില കൂടിയ സംഗതികളും ഇല്ല. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ മരുന്നുകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കടകളിൽ നിന്ന്, നല്ല പ്രമുഖ ബ്രാൻഡുകളിൽ നിന്ന് ഏതാന്ന് വെച്ചാൽ വാങ്ങി ഉപയോഗിച്ചാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ തയ്യാറാക്കിയാൽ വിശേഷമായി നിങ്ങളുടെ വെളിച്ചെണ്ണ, വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്, സംഗതികളൊക്കെ സംഘടിപ്പിക്കാം, ശരിയാണ്. പക്ഷെ ഈ പാകം തെറ്റിക്കഴിഞ്ഞാൽ ഈ നീരിളക്കം, ചിലർക്ക് നെക്ക് പെയിൻ, സ്പോണ്ടിലൈറ്റിസ്, ചിലർക്ക് കോൾഡ്, സൈനസ്, സ്നീസിങ്, റണ്ണിങ് നോസ്, അത് കൂടിക്കഴിഞ്ഞാൽ ആസ്മ, ചിലർക്ക് മൈഗ്രെയിൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ പാകം ശരിയായിട്ടില്ലെങ്കിൽ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വാങ്ങി ഉപയോഗിക്കുന്നതാകുമ്പോൾ അവർക്കത് പരിചിതമാണ്, അത് കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ അത് തന്നെ വാങ്ങി ഉപയോഗിക്കായിരിക്കും കൂടുതൽ ഉചിതം, എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇനിയിപ്പോൾ ഉണ്ടാക്കി പരിചയമുള്ളവരുണ്ട് വീട്ടിലൊക്കെ. പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ ഇത് വീടുകളിൽ കാച്ചും. അങ്ങനെ പരിചയമുള്ളവർക്ക് ഉണ്ട് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, അത് തന്നെയാണ് നല്ലത്. നമുക്ക് വീട്ടിൽ അതിനൊപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയല്ലേ, നമ്മൾ തന്നെ തയ്യാറാക്കി തേക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ വശമില്ല വെച്ചാൽ അത് കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി എന്താ അപകടം ഉണ്ടായാലും ആസ്മ വന്നിട്ടൊന്നും ആരും മരിച്ചു പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു 3-4 ദിവസം തല കുളിക്കേണ്ടെന്ന് വെക്കുക, ദിവസേന ഇച്ചിരി രാസനാദിപൊടി തിരുമുക. അപ്പൊ തന്നെ ഇച്ചിരി ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കോൾഡും സ്നീസിംഗും ഒക്കെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായ സ്നീസിംഗും കോൾഡ് ആസ്മയൊക്കെ അവിടെ മാറിക്കോളും. പക്ഷെ എന്നാലും തുടക്കത്തിൽ പേടിക്കണേ. നിങ്ങൾക്ക് ഇത് പരിചയമില്ല വെച്ചാല് ഇത് തേച്ചു ആകെ അപകടമായി എന്നൊക്കെ വിചാരിക്കും.
വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി രാസനാധിപതി ദിവസേന അങ്ങോട്ട് നിറകലിടുക, എന്നിട്ട് ഇച്ചിരി ആവിയൊക്കെ കൊണ്ട് ഒരു 4-5 ദിവസം തല കുളിക്കേണ്ടതെന്ന് വെച്ചാൽ തന്നെ ശരിയായിക്കോളൂന്നേ. അത്രേ ഉള്ളൂ ഇത് പ്രശ്നം കേട്ടോ. അപ്പോൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞു, തയ്യാറാക്കേണ്ട എന്തൊക്കെയാന്ന് പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, കോംപ്ലിക്കേഷൻസ് പറഞ്ഞു, ഏതേത് സമയത്ത് കുളിക്കണം അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ട പൊടിക്കൈകളും പറഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 ആവർത്തിച്ച് ഈ വീഡിയോ അങ്ങോട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്താ കാരണം വെച്ചാലേ, ഇതുവരെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ ഉദയശങ്കർ 2 ദിവസം മുമ്പ് വിടവാങ്ങി. അപ്പോൾ മൂപ്പര് എൻ്റെ ഓരോ വീഡിയോയും തുടക്കം മുതൽ അവസാനം വരെ കണ്ട് അത് വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ച്, കളിയാക്കേണ്ടടുത്ത് കളിയാക്കി, നല്ല അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് നല്ല അഭിപ്രായങ്ങൾ, അങ്ങനെ ഓരോ ചുവടുവെപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 2 ദിവസമായി. കഴിഞ്ഞ ജനുവരി 18-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെ ആ ചുമതല ഏൽപ്പിക്കുകയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓരോ നിർദ്ദേശങ്ങളും ഓരോ അഭിപ്രായങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് ദയവായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി 3 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം, എല്ലാ വീഡിയോസും കാണാം. പ്രത്യേകിച്ച് ഇത്തരം വീഡിയോകൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം 4 പ്ലേലിസ്റ്റ് വരും. അതിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുണ്ട്. കൂടാതെ ഇവിടെയുള്ള ഐ ബട്ടണിലും ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ വീഡിയോ അവസാനം വരെ കാണുക. താല്പര്യമുള്ള നിങ്ങൾക്ക് ആവശ്യം വരുന്ന കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അത് പ്രത്യേകം ഏൽപ്പിക്കുകയാണ്. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.